യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സത്യവചനത്തെ ശരിയായി വിഭജിക്കുക എന്ന യൂട്യൂബ് ചാനൽ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 തീമോഥെയോസ് 2:15 വചനം നമ്മെ എന്തു പഠിപ്പിക്കുന്നു എന്ന വിഷയത്തിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് കർത്താവായ യേശുക്രിസ്തു മഹത്വപ്രത്യക്ഷതയിൽ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നോടിയായി സംഭവിക്കുന്ന പ്രകൃതിമാറ്റ സംഭവങ്ങളും യേശു വരുന്നതും വന്നതിന് ശേഷവും നടത്തുന്ന ആരംഭ പ്രവർത്തനങ്ങളെയും പറ്റിയാണ്. കർത്താവ് ഇസ്രയേലിനോടുള്ള വാഗ്ദത്ത പൂർത്തീകരണമായ ദൈവരാജ്യ സ്ഥാപനത്തിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ നിത്യം വാഴുവാൻ, എപ്പോഴും സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ കൂട്ടിക്കൊണ്ടുപോയ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുമായിട്ടാണ് വരുന്നത് എന്നത് തെറ്റായ പഠിപ്പിക്കലും വിശ്വാസവും പ്രത്യാശയുമാണെന്നും, കർത്താവ് വരുന്നത് വിശുദ്ധ ദൂതസൈന്യവുമായിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1 തെസ്സലോനിക്ക അതിൻ്റെ 3 അധ്യായം 13 വചനം അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് വചനം വായിച്ച് ക്ലാസ് ആരംഭിക്കുക. തുടർന്ന് കർത്താവിൻ്റെ മുന്നോട്ടുള്ള ഭൂമിയിലെ ദൈവരാജ്യ സ്ഥാപനവുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. കർത്താവ് നയിക്കട്ടെ. 1 തെസ്സലോനിക്ക 3:13 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യമായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇതായിരുന്നു വചനം. ഈ വചനത്തെ എത്രയോ തെറ്റായിട്ടാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. കർത്താവ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നതായിട്ടാണ് എല്ലാവരും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അതായത് 4 ചോദ്യങ്ങളായിട്ട് നമുക്ക് ഈ വിഷയത്തെ, ഈ വചനത്തെ ഒന്ന് വിഭജിക്കുക. സത്യവചനത്തെ ശരിയായി വിഭജിച്ച് വേണം പഠിക്കുവാനും പഠിപ്പിക്കുവാനുള്ള എന്ന നമ്മുടെ സന്ദേശം. നമ്മുടെ ചാനലിന് ആ രീതിയിലാണല്ലോ പേരുവിട്ടിരിക്കുന്നത്. നമുക്ക് സത്യവചനത്തെ ശരിയായ രീതിയിൽ വിഭജിച്ച് നോക്കാം. 1 തെസ്സലോനിക്ക 3:13 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് 4 ചോദ്യങ്ങളായിട്ട് വിഭജിച്ച് പഠിക്കാം. 1ാമത്തെ ചോദ്യം, കർത്താവായ യേശു ശരീരമാകുന്ന സഭയിലെ വിശുദ്ധന്മാരുമായി എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? 2, നമ്മുടെ പിതാവായ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? കർത്താവും സഭയും എങ്ങോട്ടാണ് പോകുന്നത്? 3ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം, ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്നാണ്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? അതിനായിട്ട് നമുക്ക് 1 തെസ്സലോനിക്ക 4 അധ്യായം 16-17 വചനം ഒന്ന് നമുക്ക് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. എന്താ വചനം? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ മക്കളും ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെട്ടു പോകുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളും എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? യേശുവായിട്ട്. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും.
എന്നല്ലേ വചനം തന്നിരിക്കുന്നത്. അപ്പം കർത്താവും വിശുദ്ധ സഭയുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ആകാശത്തിലാണ്, മേഘങ്ങളിലാണ്, മധ്യാകാശത്ത്. അതല്ലേ സത്യം. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനൂടെ ഇരിക്കും. എപ്പോഴും. വചനത്തിന് പ്രത്യേകത കൊടുക്കണമേ, വാക്കിന് പ്രത്യേകത കൊടുക്കണമേ. കൊലോസ്യ ലേഖനം 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മെഹാരുടനായി വരുമ്പോൾ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ക്രിസ്തു ആകാശത്തിൽ പ്രത്യക്ഷനാകും. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും ആകാശത്തിൽ പ്രത്യക്ഷനാകും. അതല്ലേ വചനം. ഈ വചനത്തെ എത്രയോ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ടു മീറ്റ് ദ ലോർഡ് ഇൻ ദി എയർ. കർത്താവും ആകാശത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, പിതാവായ ദൈവം എവിടെയാണ് ആയിരിക്കുന്നത്? പിതാവായ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? മത്തായി 5:34 സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഇപ്പോൾ കർത്താവും വലിയ കർത്താവും ചെറിയ കർത്താവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും എവിടെയായിരിക്കുന്നത്? സ്വർഗത്തിലല്ലേ? നമ്മൾ 9ാമത്തെ ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് പഠിച്ചതാണ്. അതിൻ്റെ ഒരു തുടർ പഠനമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. അത് ദൈവത്തിൻ്റെ ഇസ്രായേൽ സഭയുമായിട്ടുള്ള വാഴ്ചയെ സംബന്ധിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ ഇടയിൽ നമ്മൾ ഇത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. എഫെസ്യ ലേഖനം 4:10 നമ്മളെ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു സ്വർഗത്തിൽ കയറിയിരിക്കുന്നവൻ അവിടെ ഇരിക്കുകയാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രനായ യേശു ക്രിസ്തു ഇരിക്കുന്നു. ഇനി നമ്മളെ ചേർക്കുവാൻ അവിടെ നിന്ന് ഇറങ്ങി മധ്യാകാശത്തിൽ വരും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടും നമ്മൾ ഇന്ന് മരിച്ചുപോയ പൗലോസ് അപ്പോസ്തലനടക്കം എല്ലാവരും ഉയർത്ത് ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് എപ്പോഴും അവിടെ ആയിരുന്നു കൊണ്ട് ഒരു നിത്യജീവിതം കഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് 1 തെസ്സലോനിക്കർ 3:13 ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടണം. പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്കല്ലേ പുത്രനായ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? മധ്യാകാശത്ത് വെളിപ്പെട്ടിട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോവുക എന്നല്ലേ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിതാവിൻ്റെ സാന്നിധ്യം എപ്പോഴാണ് ഭൂമിയിലേക്ക് വരുന്നത്? ഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. ഇസ്രായേൽ ജനത്തിന്, ഇസ്രായേൽ സഭയ്ക്ക് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിത്യതയിലാണ്. പുത്രനാം യെരൂശലേമിലാണ് പിതാവിൻ്റെ മഹാസാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 22:1-3 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പുത്രനാം യെരൂശലേമും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുത്രനാം യെരൂശലേമിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുകയാണ്. അതിന് തന്നെ 21:1-3 ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. 22:1-3 ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, ദാസന്മാർ ദൈവത്തെ ആരാധിക്കും.
അപ്പം പിതാവായ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മഹനീയ സാന്നിധ്യവും ഭൂമിയിൽ പുത്തനാം യെരൂശലേമിൽ നിത്യം ഉണ്ടാവും. സാന്നിധ്യമാണ് എന്ന് കരുതി സ്വർഗത്തിൽ ദൈവം ഇല്ലേ? അതൊരു വേറെ ചോദ്യമാണ്. സങ്കീർത്തനം 11:4 യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിക്കുന്നു, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു. യെശയ്യാ 66:1 സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. പുറപ്പാട് പുസ്തകം 25:8 അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കട്ടെ, ഞാൻ അവരുടെ മധ്യേ വസിക്കും. പുറപ്പാട് 25:8 പറഞ്ഞ വചനമാണ്. സമാപന കൂടാരത്തിലും ദേവാലയങ്ങളിലും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് വിശദമായിട്ട് പഠിച്ചതാണ്. ദൈവം സ്വർഗത്തോട് ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് പോരുകയാണോ ചെയ്യുന്നത് പുത്തനാം യെരൂശലേമിലേക്ക്? ആണോ? അല്ല അല്ല അല്ല. പഴയ നിയമകാലഘട്ടത്ത് ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഭൂമിയിൽ അനുഭവിക്കുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്ത, ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ആ മഹത്വം അനുഭവിക്കുകയും ചെയ്ത ജനം, ഇസ്രായേൽ ജനം, അതേ ഒരു അനുഭവത്തിലേക്കാണ് നാളെ അവർ വരാൻ പോകുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 8:27 ശലോമോൻ രാജാവ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങിയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? പുത്തനാം യെരൂശലേമിൽ മാത്രം അടങ്ങിയിരിക്കുമോ പിതാവായ ദൈവം, പുത്രനായ ദൈവം? അതായത് പഴയ നിയമ കാലഘട്ട ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ ഭൂമിയിൽ സമാപന കൂടാരത്തിലും ദേവാലയത്തിലും വസിച്ചിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ മനസ്സിലാക്കണ്ടേ, ദൈവത്തിൻ്റെ സിംഹാസനം എപ്പോഴും സ്വർഗത്തിൽ ഉണ്ട്. അവിടേക്കാണ് നമ്മളെ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. നമ്മളും അവിടെ നിത്യം വാഴും. എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വ സാന്നിധ്യം ഭൂമിയിൽ തൻ്റെ ജനത്തിൻ്റെ മധ്യേ പുത്തനാം യെരൂശലേം എന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭവനം, അത് സ്വർഗീയമാണ്. യഥാർത്ഥ സ്വർഗമല്ല, സ്വർഗീയമാണ്. ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നിറഞ്ഞിരിക്കുകയാണ്, സ്വർഗം തന്നെ. എന്നാൽ പുനരുദ്ധാനമോ രൂപാന്തരണമോ പ്രാപിച്ച മനുഷ്യൻ സർവ്വവ്യാപിയാകുമോ? ഇല്ല. സ്വർഗത്തിലെ ഭൂമിയിലും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പ്രത്യക്ഷപ്പെടുവോ? ഇല്ല. നിത്യം സ്വർഗത്തിൽ തന്നെയാണ്. നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഒന്നും വിശദീകരിക്കുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. സർവ്വവ്യാപിത്വം ദൈവത്തിന് മാത്രമുള്ളതാണ്. അതുപോലെ ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. ഇതെല്ലാം ദൈവത്തിനുള്ള മഹത്വമാണ്, പദവികളാണ്. അടുത്ത ചോദ്യം: മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന കർത്താവും സഭാവിശുദ്ധന്മാരും എങ്ങോട്ടാണ് പോകുന്നത്? വലിയ കർത്താവായ പിതാവായ ദൈവം ഇരിക്കുന്നിടമായ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അല്ലേ? 1 തെസ്സലോനിക്ക 3:13 നമ്മുടെ ചിന്ത. നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെയാണ് നമ്മൾ പോകുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, കർത്താവ് മേഘത്തിൽ വന്നു, നമ്മളും മേഘത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു നമ്മളെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഭൂമിയിലാണോ ദൈവത്തിൻ്റെ ന്യായാസനം?
അതോ സ്വർഗത്തിലാണോ? ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭ എങ്ങോട്ടാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ നിത്യം വാഴുവാൻ വേണ്ടി. ഇവിടെ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നു, തീയെന്ന് പറഞ്ഞിരിക്കുന്നു. നന്മയാണ് തിന്മയാണ് വിഷയം. നല്ലതും തീയതുമായത്, നന്മയും തിന്മയും. 1 തെസ്സലോനിക്ക 4:7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. റോമാലേഖനം 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. ഈ ലോകത്തിന്, 2-ാമത്തെ വചനം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദപൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മുടെ ശരീരത്തെ ഒരു ആരാധനയായി, ഒരു യാഗമായി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ ജീവനെ ഒരു ബലിയായി സമർപ്പിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളെ അറക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് ആ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്തു. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി, നമ്മുടെ മനസ്സിനെ വിശുദ്ധമായി ആക്കി തീർത്ത് നമ്മൾ മുന്നോട്ട് ജീവിക്കണമെന്നല്ലേ നമ്മളിത് 9-ാമത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലാക്കിയത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതായത് KJV ബൈബിളിൻ്റെ പരിഭാഷ നോക്കിയപ്പോൾ അതുകൊണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്ന്. ഏതുകൊണ്ട്? അത് 2 കൊരിന്ത്യർ തൊട്ട് മുമ്പ് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-18 വചനത്തിലെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആണ്. ഞാൻ നിങ്ങളെ സ്വീകരിച്ച് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആണ്. അതുകൊണ്ട് 7:1 പോകാം. അതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കന്മഷം, പാപങ്ങൾ, മലിന പ്രവർത്തനങ്ങൾ, മലിന ജീവിത അവസ്ഥകൾ, ഇതാകണം കന്മഷത്തിൻ്റെ അർത്ഥം. ശരീരം കൊണ്ടുള്ള പാപപ്രവണതകൾ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടുള്ള പാപപ്രവണതകൾ. ശരീരം കൊണ്ടുള്ള പാപപ്രവണതകൾ നമുക്കറിയാമല്ലോ. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് തന്നെയാണ് ഇവിടെ ആത്മാവിലെ കന്മഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ആന്തരികമായ സ്വഭാവത്തെയും മനോഭാവത്തെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൃദയവിചാര വികാരങ്ങളെ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ദുഷ്ടചിന്തകൾ, മോഹങ്ങൾ, ദുഷ്ട ഉദ്ദേശങ്ങൾ, അസൂയ, പക, വഞ്ചന, കാപട്യം, വെറുപ്പ്,
അഹങ്കാരം, ഞാനെന്ന മനോഭാവമാണല്ലോ അഹങ്കാരം. അതുപോലെ അവിശ്വസ്തത, ഇവയൊക്കെയാണ്. അത് ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നു, ഉടലെടുക്കുന്നു. ഇവയൊന്നും അരുത് എന്നാണ്. കഴിഞ്ഞ 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ നിയന്ത്രിക്കണം. അഴിച്ചുവിട്ട കാളയെ പോലെ മതിച്ച് നടക്കാനാണോ കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്? അല്ല അല്ല അല്ല. എല്ലാ പാവപ്രവണതകളും ചെയ്ത് ലോകമോഹവും പാപമോഹത്തോടു കൂടി ജീവിക്കാനാണോ? അത് പിശാചിൻ്റെ പ്രവണതയാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനാണ്, വിശുദ്ധിയോടെ ആയിരിക്കാനാണ് കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നത്. ആ കൃപയെ നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾക്ക് ശക്തിയായിട്ട്, അനുഗ്രഹമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ഫിലിപ്പി 4:8 സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകൃതിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. സത്യമായത്, ദൈവവചനത്തോട് യോജിക്കുന്നതും സത്യസന്ധമായതും, അതായത് ദൈവിക വ്യവസ്ഥയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ചുള്ള ജീവിതം. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവിക വ്യവസ്ഥ എങ്ങനെയാണ്? നമ്മൾ സത്യത്തിലായിരിക്കണം. സത്യം എന്താ? ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യേശു ആരാ? ദൈവം. ദൈവം ആരാ? വചനം. അപ്പം വചനം അനുസരിച്ച്, വചനത്തോട് യോജിച്ച്, സത്യസന്ധമായും വിശ്വസ്തയോടെയും ദൈവിക വ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നാണ്. സത്യസന്ധരായി. പിന്നെ ഘനമായത്, അതായത് ഘനമായതെന്നൊക്കെ പറയുമ്പം ഓണസ്റ്റ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. മാന്യമായത്, അതായത് മഹത്വമേറിയത്, ആദരിക്കപ്പെടുന്നതുമായ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ നമ്മോട് ആദരവുണ്ടാകണമെങ്കിൽ നമ്മൾ മാന്യമായി ഇവിടെ ജീവിക്കണം. മാന്യത വിട്ട് ജീവിക്കരുത്. മഹത്വമേറിയ കാര്യങ്ങൾ, അനുഗ്രഹീയമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആണ് മാന്യമായത്, ഘനമായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. നമ്മളങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. പിന്നെ നീതിയായത്, ദൈവിക നീതി എന്ന് പറഞ്ഞാൽ ന്യായമായത്. അങ്ങനെ പ്രവർത്തിച്ച് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറണം. ദൈവിക നീതി, ദൈവത്തിൻ്റെ സ്വഭാവം, ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. അന്യായമായതൊന്നും അരുത്, അനീതിപരമായതൊന്നും അരുത്, പ്രവർത്തിക്കരുത്. നീതിയായിട്ടുള്ളതേ പ്രവർത്തിക്കാവൂ. കർത്താവ് നീതിമാനാണ്. നമ്മളും അങ്ങനെ നീതിമാന്മാരായി ജീവിക്കണം. നിർമ്മലമായത്, വിശുദ്ധമായതൊക്കെ. നിർമ്മലമായതെന്ന് ഉദ്ദേശം വിശുദ്ധമാണല്ലോ. നമ്മുടെ ധാർമ്മിക ജീവിതം, നമ്മുടെ ഈ ജീവിതം വിശുദ്ധിയോടെ ആയിരിക്കണം, അശുദ്ധിയോടെ ആയിരിക്കരുത്. അങ്ങനെയാണല്ലോ നമ്മളെ വിശുദ്ധീകരിക്കപ്പെട്ടവർ. പാപക്കറകളെല്ലാം കർത്താവ് അവിടുത്തെ രക്തത്താൽ, ഗാഗോൽത്താ മലയിലുള്ള മരണത്താൽ കഴുകി നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഇതിനെല്ലാം പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനെല്ലാം അവകാശം നമുക്ക് കിട്ടും. ഇതിനനുസരിച്ചിട്ടുള്ള വാഴ്ചയാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നിർമ്മലന്മാരായി ജീവിക്കണമെന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. രമ്യമായത്, സ്നേഹമായി, എല്ലാവരോടും സ്നേഹമായി നമ്മൾ ജീവിക്കണം. എല്ലാവരോടും, രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ മക്കളോടല്ല, എല്ലാവരോടും. അടുത്തത് സൽകീർത്തിയായത്,
നല്ല സാക്ഷി ജീവിതമായിരിക്കണം നമ്മൾ. ദൈവിക പ്രശംസ നമുക്ക് ലഭിക്കാൻ വേണ്ടി സൽകീർത്തിയുള്ള മനുഷ്യൻ, അങ്ങനെയാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. നമുക്ക് മനുഷ്യരിൽ നിന്നെല്ലാം പ്രശംസ ലഭിക്കുമോ? മനുഷ്യരുടെ പ്രശംസയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവിക പ്രശംസയാണ്. നമുക്ക് സ്വർഗത്തിൽ പ്രശംസ കിട്ടും, സൽകീർത്തി കിട്ടും. നല്ല കീർത്തിയുള്ളവരായിരിക്കണം. അതുപോലെ നല്ല സാക്ഷിയുള്ള ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ കാഴ്ചവെക്കണം. പിന്നെ സൽഗുണമുള്ളവർ, എല്ലാവർക്കും ഗുണം ചെയ്യുന്നവരായിരിക്കണം. ആർക്കും ദോഷം ചെയ്യരുത്, ആർക്കും ദോഷം ചെയ്യരുത്. എല്ലാവർക്കും നന്മ ചെയ്യണം, ഗുണം ചെയ്യണം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവരാണ് നമ്മൾ. ഇങ്ങോട്ട് തിന്മ തന്നാൽ അങ്ങോട്ട് നന്മ വേണോ എന്ന് ചോദിച്ച് അവരെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കുന്നവരല്ല, നന്മയ്ക്ക് പകരം തിന്മ കൊടുക്കുന്നവരല്ല, നന്മയ്ക്ക് പകരം നന്മ കൊടുക്കുന്നവരല്ല, തിന്മയ്ക്ക് പകരം നന്മ കൊടുക്കുന്നവർ. ഇങ്ങോട്ട് തിന്മ ചെയ്താൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നോക്കിക്ക്. എല്ലാവരും പറയില്ല അവനെ കൊല്ലണം. കർത്താവ് പറയാണ്, ഈ പാവങ്ങളൊന്നും പിതാവേ ഇവരോട് കണക്കിടരുത്. എന്തൊരു സ്നേഹമാണ്! നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള, അവർക്ക് നന്മ ചെയ്യാനുള്ള, അവരോട് കരുണ കാണിക്കുവാൻ, സ്നേഹിക്കുവാൻ ദൈവം നമ്മളെ ഈ ഭൂമിയെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. പിന്നെ പുകഴ്ചയ്ക്കായി ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ. എല്ലാറ്റിനും നമ്മുടെ ചുമതലയും ഉത്തരവാദിത്വം അതാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ. ഇത് വ്യത്യസ്ത മേഖലകളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കൂട്ടായ്മയിലും, നമ്മുടെ കുടുംബത്തിലും എപ്പോഴും ദൈവത്തിനെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിക്കുവാനും ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കണം, പുകഴ്ച കൊടുക്കണം. നമ്മളെ രക്ഷിച്ച വിധങ്ങൾ ഓർത്താൽ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? മഹത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ? ഹീനവർഗം, തമ്പുരാൻ്റെ ഭാഷയെ പറഞ്ഞ നായ്ക്കുട്ടികൾ. ഇന്ന് തമ്പുരാൻ്റെ പൊന്നുമക്കളാക്കി നമ്മളെ ഉയർത്തിയില്ലേ? എത്ര സ്നേഹം കൊടുക്കണം നമ്മൾ, എത്ര പുകഴ്ച കൊടുക്കണം നമ്മൾ. അങ്ങനെ ദൈവത്തെ എപ്പോഴും മഹത്വം കൊടുക്കുവാൻ, തന്ന എല്ലാ നന്മകൾക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ, എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാൻ, എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു വർഗം ചെറിയതാണ്, ചെറിയ കൂട്ടമായി ഭൂമിയിലുള്ളത്. ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുത്തെങ്കിൽ പിന്നെ ആരാ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് 1000 ദൂത സൈന്യങ്ങൾ ദൈവത്തിന് പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ, ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ, ഈ ഭൂമിയിലിരുന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ? ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്നവരായിരിക്കണം. ഫിലിപ്പി ലേഖനൻ്റെ 2:14-15 വചനം ഇങ്ങനെ പറയുന്നു: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം. നക്ഷത്രങ്ങളെ പോലെ പ്രകാശം കൊടുക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ മാറണം. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നവരായി മാറണം. ഈ ലോകം വക്രതയും കോട്ടവും ഉള്ള തലമുറയാണ്. അവിടെ നമ്മൾ നിന്ദിക്കപ്പെടാതെ യഥാർത്ഥ വചനബോധ്യത്തിൽ കൃപയുടെ സുവിശേഷ വ്യവസ്ഥയിൽ ജീവിച്ചുകൊണ്ട് നിഷ്കളങ്ക മക്കളായി ഒരു പിറുപിറുപ്പോ ഒരു വാശിയോ
ഒരു വൈരാഗ്യമോ ഒരു വാദമുഖമോ ഒന്നും നമുക്ക് വേണ്ട. എല്ലാം ദൈവത്തിന് കൊടുക്കുക. നിന്ദനം കിട്ടിയാലും അത് കൊടുക്കുക. ആരെങ്കിലും അവഹേളിച്ചാലും ദൈവത്തിന് കൊടുക്കുക. ക്രൂശിലേക്ക് നോക്കിയാൽ നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാനേ നമുക്ക് തോന്നുകയുള്ളൂ. പാവം ചെയ്യാൻ നമുക്ക് തോന്നിയേയില്ല. പാവപ്രവണതയിൽ നമ്മൾ എത്രയോ വിട്ടു പോകും. എന്നാൽ ഈ ജഡത്തിലായിരിക്കുന്നു, പാവം ചെയ്തു പോകുന്നു. നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് കിട്ടുന്ന ശക്തി ഇതിനകത്തുണ്ട്. ദൈവം ആ ശക്തിയാൽ നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് പ്രതിഫല അവകാശങ്ങൾ, അധികാരങ്ങൾ, മഹിമ എത്രയോ മഹത്തരമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നല്ലപോലെ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. 1 കൊരിന്ത്യർ 1:8 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ദൈവം നമ്മുടെ ഉപക്ഷത്തുണ്ട് കുറ്റമില്ലാതെ ജീവിക്കുവാൻ. നമ്മളൊരു മനസ്സ് കാണിച്ചാൽ പോരെ, നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ പോരെ. വീണ്ടും പ്രധാനമായും നമ്മളായിരിക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. ഫിലിപ്പി 2:16 ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാവും. അപ്പോസ്തലനായ പൗലോസിന്റെ ഓട്ടവും അധ്വാനവും എന്തിനായിരുന്നു? എന്തായിരുന്നു? പ്രവൃത്തിയുടെ പുസ്തകം അപ്പോസ്തല പ്രവർത്തനം 20:24 ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. കൃപയുടെ സുവിശേഷത്തെ പ്രസിദ്ധമാക്കുക, അതിനുവേണ്ടി ഓടുക, ജീവിക്കുക. ഇത് പ്രധാനമായൊരു ദൗത്യമാണ്. അപ്പോസ്തലനായ പൗലോസിന് കൊടുത്ത ദൗത്യമാണോ? മാത്രം കൊടുത്ത ദൗത്യമാണോ? അല്ലല്ല. തിമോത്തിയോസും തീത്തോസും ഒക്കെ അങ്ങനെ ചെയ്തു. ഇന്ന് നമ്മുടെ സഭയുടെ നേതൃത്വം വഹിക്കുന്ന തോമസ് ജോർജ് സാർ, അദ്ദേഹത്തിന് ഈ ശുശ്രൂഷ ചെയ്താൽ മതിയോ? നമ്മുടെ എൽദോ പാസ്റ്റർ, മറ്റുള്ള എത്രയോ ശുശ്രൂഷകർ ഇങ്ങനെ പ്രത്യേകം ക്ലിപ്തപ്പെടുത്തിയവർക്കല്ല. എല്ലാവരും ദൈവത്തെ പരസ്യപ്പെടുത്തുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ പത്രങ്ങളായി നമ്മൾ മാറണം. ദൈവത്തിൻ്റെ വാർത്തകളായി നമ്മൾ ജീവിതം മാറ്റിവെക്കണം. വചന ക്ലാസ്, വചനം പ്രഘോഷിക്കുക എന്നുള്ളത് മാത്രമാണോ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട്? നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരൊക്കെ ഓരോ വചനത്തിൻ്റെയും ഷോർട്ട് എടുത്തിട്ട് അത് ഫേസ്ബുക്കിലും സ്റ്റാറ്റസിലൊക്കെ ഇടുവാണ്. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഒരു മനുഷ്യൻ ആരുടെയെങ്കിലും ഒരു വചനം അവരുടെ ഹൃദയത്തിലേക്കൊന്ന് തറച്ചാൽ അവർക്ക് സുബോധം ഉണ്ടാകും. അവർക്ക് യഥാർത്ഥ ബോധ്യം ലഭിക്കും. എപ്പോഴാ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുക, എപ്പോഴാ സ്വീകരിക്കുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ എപ്പോഴും നമ്മൾ ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി, നല്ല ഓട്ടം ഓടുന്നവരായി, നല്ലപോലെ പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറണം. ബസ്സിലായാലും കൊള്ളാം, കല്യാണത്തിന് പോയാലും കൊള്ളാം, ശവോടക്കിന് പോയാലും കൊള്ളാം, എവിടെയായാലും കൊള്ളാം. എവിടെ ഒരാളെ കാണുന്നു ഈ സുവിശേഷം എന്ന് പറയുവാനുള്ള മനോഭാവം. അവിടെ ലജ്ജിക്കരുത്. നമ്മൾ അഭിമാനത്തോടു കൂടി പറയണം. നമ്മളുടെ നാഥൻ നമ്മളെ രക്ഷിച്ച വിധങ്ങളെ ഓർമ്മപ്പെടുത്തി ഇന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, നാളെ എങ്ങനെയാകും, ഇത് പഠിപ്പിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ബാധ്യത ഒരു വലിയ ബാധ്യതയായി നമ്മൾ കാണണം. അതൊരു നല്ലൊരു ആഹ്വാനമായി നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനല്ല, കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനാ. അറിയിക്കുക, അതിനായി ജീവിക്കുക. എന്നാൽ എനിക്ക് ക്രിസ്തുവിൻ്റെ നാളിൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ എനിക്ക് പ്രശംസയുണ്ടാവും, എന്നെ അനുമോദിക്കും.
എന്നെ ഉയർത്തും, എന്നെ മാനിക്കും, എന്നെ വന്ദിക്കും, തള്ളക്കളയില്ല, ചേർത്ത് നിർത്തും. റോമാലേഖനന്റെ 10:15. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഇത് കാലിനെ ഉദ്ദേശിച്ചല്ല, അവരുടെ ജീവിതത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം നല്ല വിശ്വസ്തയോടെ അറിയിക്കുന്നവരുടെ ജീവിതം, അവരുടെ സേവനം കർത്താവ് വളരെ വളരെ വിലമതിക്കുന്നതാണ്. അതിൻ്റെ പ്രതിഫലം മഹത്തരമാണ്. 1 തെസ്സലോനിക്കർ 2:19-20 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു? നിങ്ങളും അല്ലയോ? ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പോസ്തലനും പൗലോസും കൂട്ടുകാരും ഒന്നിച്ചു കൂട്ടി പറയുകയാണ്, ഞങ്ങളുടെ ആശയും സന്തോഷവും പ്രശംസാ കിരീടവും രക്ഷിക്കപ്പെട്ട നിങ്ങളാണ്. തെസ്സലോനിക്ക സഭയിലെ വിശുദ്ധ മക്കളോട് പറയുകയാണ്, ഈ കാലഘട്ടത്ത് കൃപയുടെ സുവിശേഷം മാത്രം രക്ഷയ്ക്കായിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ തോമസ് ജോർജ് സാറ് ഇന്ത്യയിൽ, ഞാൻ വ്യക്തികളെ അങ്ങനെ കണ്ടുമാനം ഉയർത്തുകയല്ല, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ, കേരളത്തിൽ നമ്മുടെ എൽദോ പാസ്റ്ററൊക്കെ, അവരുടെയൊക്കെ അഭിമാനമാണ് നമ്മൾ, അവരുടെയൊക്കെ പ്രശംസയാണ് നമ്മൾ. നമ്മളെയൊക്കെ സ്വർഗത്തിലേക്ക് കൂട്ടിച്ചെന്ന് കൊണ്ടുപോകുമ്പോൾ, കർത്താവ് വന്ന് കൊണ്ടുപോകുമ്പോൾ തോമസ് ജോർജ് സാറിനെയും എൽദോ പാസ്റ്ററെയൊക്കെ കർത്താവ് അവിടെ പ്രശംസിക്കും, പ്രശംസാ കിരീടമൊക്കെ കൊടുക്കും. നമുക്ക് കിരീടത്തെ പറ്റി ചിന്തിക്കാം, അനുമോദിക്കും. ഒരു വ്യക്തിയെ നേടുകയാൽ, ഒരാത്മാവിൻ്റെ രക്ഷ, അതെല്ലാം നമുക്ക് പ്രശംസ കിട്ടുകയാണ്. സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ അവസ്ഥകളോ ഒന്നും നോക്കണം. നീ ആരെയാ ഭയപ്പെടേണ്ടത്? ദൈവം നമ്മോട് കൂടി ഉണ്ടല്ലോ, പിന്നെ ആരെയാ ഭയപ്പെടേണ്ടത്? ധൈര്യമായിട്ട് എല്ലാവരോടും സുവിശേഷം പറയുവാൻ, അതിന് പ്രസംഗവേദിയൊന്നും വേണ്ട, ഇതുപോലെ ചാനലൊന്നും തുടങ്ങേണ്ടവർക്ക് എല്ലാവരും തുടങ്ങണം, പറ്റുന്നവരെല്ലാം. അങ്ങനെ ദൈവത്തിൻ്റെ സൽവാർത്തയെ അറിയിച്ച് സ്വർഗപ്രവേശനത്തിന് നല്ലൊരു കൂട്ടത്തെ ഒരുക്കുവാൻ നമ്മളിവിടെ നിയമിച്ചു വെച്ചിരിക്കുക. സഭയാണ് നിയമിച്ചിരിക്കുന്നത്, സഭയാണ് ഇപ്പോൾ വിളിക്കുന്നത്. റോമാലേഖനം 8:28-29 മുന്നറിഞ്ഞവരെ വിളിക്കുന്ന ആരാ? സഭയാ. ആരംഭ കാലഘട്ടത്തിൽ പൗലോസിനെയാണ് ചുമതല കൊടുത്തത്. അതാണ് പ്രവൃത്തിയുടെ പുസ്തകം 13:47 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് രക്ഷയായി വെളിച്ചമായി എന്നെ നിയമിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും അനുഗ്രഹമായി വെളിച്ചമായി തീരുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുകയാണ്. എത്ര വിശദീകരിച്ചാലും പോരാ മതിയായിരുന്നില്ല. 1 കൊരിന്ത്യർ 3:8 ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിൻ്റെ ഒത്തവണ്ണം കൂലി കിട്ടും. ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. നമ്മളെല്ലാവരും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി മാറണം, കഷ്ടപ്പെടുന്നവരായി മാറണം, നല്ല ഓട്ടം ഓടുന്നവരായി മാറണം. എല്ലാ മേഖലകളിലും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി നമ്മൾ മാറണം. അതായത് ഓരോരുത്തർക്കും അവരുടേതായ ഓരോ ദൈവിക പ്രവൃത്തിക്കും തക്കതായ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും. 1 കൊരിന്ത്യർ 9:25 വാടാത്ത കിരീടം പ്രാപിക്കും. ഒരിക്കലും മാറ്റം വരാത്ത ദൈവത്തിൻ്റെ അംഗീകാരത്തിൻ്റെ മഹിമയാണത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കലും മാറ്റം വരാത്ത ദൈവത്തിൻ്റെ അംഗീകാരത്തിൻ്റെ മുദ്രയാകുന്ന മഹിമ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ ഒത്തിരി നമുക്ക് ലഭിക്കുകയാണ്. വാടാത്ത കിരീടം പ്രാപിക്കും. ഒരിക്കലും മാറ്റം വരാത്ത ദൈവത്തിൻ്റെ അംഗീകാര മഹിമ നമുക്ക് ലഭിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:58 ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങരുത്.
ഏതെല്ലാം രീതിയിൽ എതിർപ്പ് വന്നാലും കുശാലബുദ്ധിക്കാരനായ സാത്താൻ അവൻ്റെ തന്ത്രങ്ങളെ, അവൻ്റെ ഉപായങ്ങളെ അറിയാത്തവരല്ലോ നമ്മൾ. അവൻ ഇന്നും ലോകത്തെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ആരെ വിഴുങ്ങുവേണ്ടെന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. അവൻ്റെ വലിയ ശത്രു നമ്മളാണ്. ബാക്കിയെല്ലാവരും അവൻ്റെ കൂട്ടത്തിലുള്ളവരാണ്, അവനെ അനുസരിക്കുന്നവരാണ്. നമ്മളാണ് അവൻ്റെ എതിരാളി. അവൻ്റെ എപ്പോഴും സൂക്ഷിക്കണം. നമ്മളെപ്പോഴും കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരും. എൻ്റെ പ്രയത്നം, എൻ്റെ ജീവിതം കർത്താവിൽ ചുമ്മാതെ അല്ലേ എന്നും അതിന് യാതൊരു ഫലം ലഭിക്കുകയില്ലെന്നൊന്നും വിചാരിക്കരുത്. എല്ലാം ഫലം ലഭിക്കും. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും നമ്മൾ വർദ്ധിച്ചു വരണം. നേരത്തെ പോലെ ആയിരിക്കരുത്. മുന്നോട്ടുള്ള ജീവിതം കർത്താവിനെ പ്രസിദ്ധമാക്കുന്നവരായി, കർത്താവിനെ കൊടുക്കുന്നവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ മാറണം. 1 തെസ്സലോനിക്കർ 2:19 എപ്പോഴും ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കുന്നവരായി നമ്മൾ മാറിയ. 2 തിമോത്തി 4 അതിൻ്റെ 7-8 വചനം. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കർത്താവിൻ്റെ ആ സ്നേഹം മുഴുവൻ നമുക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ സർവ്വ ആത്മീയ അനുഗ്രഹങ്ങളും എഫേസ്യ ലേഖനം 1:3 വ്യവസ്ഥ ചെയ്ത് വെച്ചിരിക്കുക. യോഗ്യതയുടെ മാനദണ്ഡം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൻ്റെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാനദണ്ഡം വ്യവസ്ഥ അനുസരിച്ച് മാത്രമായിരിക്കും. അത് ദൈവത്തെ കൊടുക്കുന്നവരാകട്ടെ, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ, നമ്മുടെ വിശുദ്ധ ജീവിതമാകട്ടെ, ഇതെല്ലാം മാനദണ്ഡമായി വരിക. നമ്മുടെ പ്രതിഫലം, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ അധികാരങ്ങൾ എല്ലാം നമുക്ക്, നമ്മുടെ വാഴ്ച ഈ വ്യവസ്ഥകൾക്കെല്ലാം അനുസരിച്ചായിരിക്കും. ഞാൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ അടുക്ക പോയിരുന്ന് ഇരിക്കാനുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചാൽ എനിക്ക് കിട്ടുമോ? എന്നാലും അതിൻ്റെ ഓർത്തോർത്തോർത്ത് വന്ന് പോയിരിക്കാനുള്ള ആഗ്രഹം ഓരോ ദിവസം കഴിയും തോറും കൂടി 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 വർദ്ധിച്ചു വരട്ടെ, കുറയരുത്. ആ രീതിയിൽ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങളിൽ നിന്ന് എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായി നമ്മൾ മാറും. ദൈവം നമ്മളെ മാനിക്കും. ഈ കാര്യമാണ് 1 തെസ്സലോനിക്കർ 3:13 നമ്മളെ പഠിപ്പിക്കുന്നത്. 1 തെസ്സലോനിക്കർ 3:13 നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് സ്വർഗത്തിലേക്ക് പോയ വിശുദ്ധന്മാരുമായിട്ട് സഭയായിട്ട് ഭൂമിയിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമേ. തട്ടിപ്പുകാരൊക്കെ അതൊക്കെ പറയും. ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് പിന്നെയും ഭൂമിയോടുള്ളൊരു മോഹമേ, ജീവിച്ചു മതിയായില്ല ഭൂമിയിൽ. എന്തൊരു മോഹമാണ് മനുഷ്യൻ്റെ മോഹം നോക്കണമേ. നമ്മൾ ഈ ഭൂമിയോട് ടാറ്റ പറയുകയാണ്. ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. നമ്മൾ സ്വർഗത്തിൽ നിത്യം വസിക്കുവാൻ വേണ്ടി നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കും. അവിടെ നമ്മൾ സ്ഥിരം വാഴുകയാണ്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശദീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എപ്പോഴും ഉറച്ച ബോധ്യത്തോടു കൂടി എൻ്റെ കർത്താവ് ഇതാ മേഘാരൂഢനായി വരാൻ പോകുന്നു, ഇപ്പോൾ വരാം, ഈ നിമിഷത്തിൽ വരാം. ഇപ്പോൾ ഒരുക്കമുള്ളവരായി നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം അത് വർദ്ധിച്ച് അതിന് തക്കതായ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറാം. കർത്താവിൻ്റെ കൃപ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഞാൻ ഈ ക്ലാസ് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ട എന്നോട് ക്ഷമിക്കണം. ഭൂമിയിലെ ദൈവരാജ്യ വ്യവസ്ഥകളെക്കുറിച്ച്, ഇസ്രായേൽ സഭയുടെ, മണവാട്ടി സഭയുടെ വാഴ്ചയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാമെന്ന് പറഞ്ഞ് വന്നത്. ആദ്യത്തെ ക്ലാസ് അതെടുത്തു. രണ്ടാമത്തെ ക്ലാസ് ഈ രീതിയിൽ പോവുകയാണ്. ഈ ഒരു വചന സന്ദർഭം വരുമ്പോൾ ആ വചന വ്യവസ്ഥയെ ഒന്ന് വീണ്ടും ഒന്ന് പഠിച്ച് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. കർത്താവ് നമ്മളെല്ലാവരെയും
സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ രൂപാന്തരം പ്രാപിച്ചോ, ഇന്ന് ഞാൻ മരിച്ചുപോയെങ്കിൽ ജോർജ് കുട്ടി കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ രൂപാന്തരണം വരുത്തി കർത്താവ് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമ്പം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ തല കുമ്പിട്ട് പോകാതെ നല്ല മാന്യമായ സന്തോഷത്തോടു കൂടി കർത്താവിൽ നിന്നെ സമ്മാനം വാങ്ങുവാൻ, അവകാശം വാങ്ങുവാൻ എല്ലാം വ്യത്യസ്ത രീതിയിൽ വാഴ്ചയും അവകാശങ്ങളെല്ലാം പ്രതിഫലങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ആ രീതിയിലെല്ലാം വാശിയോടെ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, യോഗ്യതയോടുകൂടി അവിടെ ആയിരിക്കുവാൻ, നിത്യം വാഴുവാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ കൃപ നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വം കൊടുത്തി എല്ലാ പുകഴ്ചയും മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. കർത്താവ് നമ്മളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.